ബെല്ലി ഫാറ്റ്, ഇൻഫ്ലമേഷൻ, ബ്ലോട്ടിംഗ്, കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ കാരണം സ്ട്രഗിൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചാലഞ്ച് നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് ഒരു ചാലഞ്ചിൽ കമ്മിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇത് ജസ്റ്റ് ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് അല്ല, ഒരു ഇൻഫ്ലമേറ്ററി വെയിറ്റ് ലോസ് ചാലഞ്ച് ആണ് ഈ വരുന്ന ഒരാഴ്ചത്തേക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ടാർഗറ്റ് ഈ ഒരാഴ്ച കൊണ്ട് 3 കിലോ കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻസ് ലോസും വാട്ടർ റിട്ടൻഷനും ഒക്കെ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ റിട്ടൻഷൻ കുറച്ച് കൊണ്ടുവരാനും നമ്മുടെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ബ്ലോട്ടിംഗ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്ന് ക്ലിയർ ആക്കാനും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു 1 വീക്ക് ചാലഞ്ചിലൂടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഇത് വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ജേണിയുടെ ഇൻ ബിറ്റ്വീൻ ഉള്ളവർക്കും ഒക്കെ തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പവർഫുൾ ചാലഞ്ച് ആണ്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് കമ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ബാക്കി വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ എന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് തുളസി. ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ അഡ്വൈസർ ആണ്, ഫംഗ്ഷണൽ ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റ് ആണ്. ബിഫിറ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഫിറ്റ്നസ് ക്ലബിന്റെ ഫൗണ്ടർ ആണ്. നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് പേര് വെയിറ്റ് ലോസ് ഗോളിലോട്ട് അച്ചീവ് ചെയ്യാനായിട്ടും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നമ്മളൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരാഴ്ചത്തേക്ക് ഒരു ഇൻഫ്ലമേറ്ററി വെയിറ്റ് ലോസ് ചാലഞ്ച് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരു 2 വീക്സ് ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 4 കിലോ വരെ വെയിറ്റ് ലോസ് ചെയ്ത ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും വളരെ സിൻസിയർ ആയിട്ട് ഏറ്റെടുത്ത അല്ലെ കമ്മിറ്റ് ചെയ്ത ഒരു ചാലഞ്ച് ആയിരുന്നു നമ്മുടെ ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ച്. അതിന്റെ ഒരു വിജയത്തോടു കൂടി നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിലും ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മാസം കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ചാലഞ്ച് ചെയ്തിട്ട് ഏകദേശം 200ഓളം പേരാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തത്. ഒത്തിരി പ്രോഗ്രസും റിസൾട്ടും ഉണ്ടാക്കിയിരുന്ന ഒരു ചാലഞ്ച് ആയിരുന്നു. അത് ഏകദേശം 7 കിലോ വരെ 2 വീക്സ് കൊണ്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ചിലർക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ് ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ച്. നമ്മൾ ഒരുപാട് പേർക്ക് ഇൻഫ്ലമേഷൻ ഉണ്ട്, ചിലപ്പം ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് പോലും അറിയാതെ ആയിരിക്കും നമ്മൾ ചില ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നതും വർക്ക്ഔട്ട് ഫോളോ ചെയ്യുന്നതും നമുക്ക് റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടുന്നതും ഒക്കെ. അപ്പോൾ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ ആദ്യം റെഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതൊരു കലറി ഡെഫിസിറ്റ് ഡയറ്റ് ആവട്ടെ, വർക്ക്ഔട്ട് ആവട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എഫേർട്ട് ഇടുന്ന കാര്യങ്ങൾ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫ്ലമേഷന്റെ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പ്ലാൻ ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിലും ഒരു 14 ഡേയ്സ് ഡീറ്റോക്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനകത്ത് നമ്മൾ 3 to 6 kgs ആണ് ഒരു ടാർഗറ്റ് വെയിറ്റ് ലോസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഡെയിലി പ്ലേറ്റ് മോണിറ്ററിംഗും അതുപോലെ തന്നെ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ നിങ്ങൾക്ക് ലൈവ് വർക്ക്ഔട്ട് സെഷൻസും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം മെന്ററിന് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. നിങ്ങൾ എല്ലാ ദിവസവും കോൺടാക്ട് ചെയ്തെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു 1 വീക്ക് ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ച് ഫിനിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 14 ഡേയ്സ് ഡീറ്റോക്സ് ചാലഞ്ചിലും കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 വീക്സ് പ്ലാനിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ 7 kgs വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ വെക്കേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെക്കേഷനിൽ ഒരുപാട് പേർക്ക് വെയിറ്റ് ഗെയിൻ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡീറ്റോക്സ് ചാലഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിഫിറ്റിന്റെ 14 ഡേയ്സ് ഡീറ്റോക്സ് ചാലഞ്ചിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യും. ഇപ്പൊ അഡ്മിഷൻ ഓപ്പൺ ആണ്, പക്ഷെ കുറച്ച് ദിവസം കൂടി അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. നമ്മുടെ സ്ലോട്ട്സ് ഫാസ്റ്റ് ആയിട്ട് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ 1 വീക്ക് ചാലഞ്ചിന്റെ ഡീറ്റെയിൽസിലോട്ട് വരാം. അപ്പൊ ഈ ഒരു 1 വീക്ക് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ചാലഞ്ച് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇത് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അതിനകത്ത് നമ്മൾ നോർമൽ ഡയറ്റ് പോലെയല്ല, കുറച്ച് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഫുഡ് ഓപ്ഷൻസും ഹെർബൽ ടീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും തരുന്നത്. ഇതുവഴി നമുക്ക് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ വാട്ടർ റിട്ടൻഷൻ കുറയ്ക്കാനായിട്ട് പറ്റും, നമ്മുടെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ബോഡി നാച്ചുറലി ഡീറ്റോക്സ് ചെയ്യാനായിട്ട് കൂടി പറ്റുന്ന ഒരു പ്ലാൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു വെയിറ്റ് ലോസ് മാത്രമല്ല. അപ്പൊ ഈ പ്ലാനിനകത്ത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് അതേപടി തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ റിസൾട്ട് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മുടെ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ് ഏകദേശം ഉണ്ടാവുക അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ആദ്യം തരാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഡയറ്റ് പ്ലാനിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഐറ്റംസ് ആയിരിക്കും. അതിനകത്ത് നമ്മൾ വെജീസ് ആഡ് ചെയ്യുന്നതായിരിക്കും, സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും, ഹോൾ ഗ്രെയിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇതിനകത്ത് പ്രോട്ടീൻ ഓപ്ഷൻ മസ്റ്റ് ആണ്. അപ്പോൾ വെജ് പ്രോട്ടീൻ സോഴ്സസും അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സസും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു പ്ലാനിൽ മാത്രമല്ല, നമ്മൾ ഏതൊരു പ്ലാനിലും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഹൈഡ്രേഷൻ പാർട്ട്. ഇതിനകത്ത് ജസ്റ്റ് ഹൈഡ്രേഷൻ മാത്രമല്ല, നമ്മൾ ഡീറ്റോക്സ് ഡ്രിങ്കുകളും ഹെർബൽ ടീയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഡയറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉള്ളത് നമ്മൾ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഹെർബ്സ് ആൻഡ് സ്പൈസസ് ആഡ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ടേമറിക്, പെപ്പർ, ജിഞ്ചർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉള്ളത് പലർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ ഈ ഒരു ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡീറ്റോക്സ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പൽസറി ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിഫൈൻഡ് ഷുഗർ ആണ്. അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ കഴിയുന്നതും ഡയറി പ്രൊഡക്ട്സും അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ ഈ ടീ, കോഫി ഒക്കെ നമ്മൾ ഈ പാലൊക്കെ ചേർത്ത് കുടിക്കുന്നവരാണ് കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷെ എന്നാലും ഇൻഫ്ലമേഷൻ ചാലഞ്ചിന്
അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സാക്രിഫൈസസ് ഒക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ താഴെ കമന്റ് സെക്ഷനിലോട്ട് പോവുക. അവിടെ ഞാൻ ഡയറ്റ് പ്ലാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആണ്, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പൊ ആ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ വരുന്ന ഒരാഴ്ച, അതായത് നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു തരത്തിലുള്ള ചീറ്റിങ്ങും കാണിക്കാതെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെയുള്ള വർക്ക്ഔട്ടിന്റെ പാർട്ടാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് വരുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഒരു തരത്തിലുള്ള വർക്ക്ഔട്ടും ചെയ്യാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വാക്കിംഗ് എങ്കിലും ചെയ്യുക. ഒരു 5000 to 8000 സ്റ്റെപ്സ് നിങ്ങൾ ഡെയിലി കവർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ എല്ലാവരും 1 വീക്ക് ഇൻഫ്ലമേറ്ററി വെയിറ്റ് ലോസ് ചാലഞ്ചിന് റെഡി ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ തന്നെ കമ്മിറ്റ് ചെയ്യുക, ഒരാഴ്ച കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഭാഗമായിട്ടുള്ളവർക്ക് പ്ലേറ്റ് പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡയറ്റ് കോച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ടാർഗറ്റ് വെയിറ്റ് ലോസ് എത്രയാണ്? 3 kgs റെഡ്യൂസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇൻഫ്ലമേറ്ററി വെയിറ്റ് ലോസ് ചാലഞ്ച് ഫോളോ ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണോ നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ ഈ ഒരു ചാലഞ്ചിന് നിങ്ങൾ റെഡി ആണെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഐ എം റെഡി എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു പവർഫുൾ ചാലഞ്ച് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.